ജീവൻ പണയം വെച്ച് തൊഴിലെടുക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. അതിലൊരു കൂട്ടരാണ് പാമ്പ് പിടുത്തക്കാർ. വനം വകുപ്പിൻ്റെ സർപ്പ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് ലൈസൻസോടെ പാമ്പ് പിടിക്കുന്നവരിൽ പ്രധാനിയായിരുന്നു കിള്ളിപ്പാലം സ്വദേശി പ്രശാന്ത്. കഴിഞ്ഞ ഞായറാഴ്ച പിടിച്ച പാമ്പുകളെ പതിവ് പോലെ കല്ലാർ വനം മേഖലയിൽ തുറന്നുവിടാൻ പോയതായിരുന്നു പ്രശാന്ത്. എന്നാൽ മരണം പതിയിരുന്നത് അയാൾ അറിഞ്ഞില്ല. 22 പാമ്പുകളെ തുറന്നുവിടുന്നതിനിടയിൽ കൂട്ടത്തിലുണ്ടായിരുന്ന മൂർഖൻ പ്രശാന്തിൻ്റെ കയ്യിൽ ആഞ്ഞു കൊത്തി. ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള അതിജീവന സമരത്തിനൊടുവിൽ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജിൽ അദ്ദേഹം മരണപ്പെട്ടു. കഴിഞ്ഞ 20 വർഷത്തോളമായി പാമ്പുപിടുത്ത മേഖലയിൽ സജീവമായിരുന്നു പ്രശാന്ത്. നാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഷിബു എന്നായിരുന്നു. ഇതിനോടകം 5000-ഓളം പാമ്പുകളെയാണ് ഷിബു പിടികൂടിയത്. വനം വകുപ്പിന് മാത്രമായിട്ട് 997 പാമ്പുകളെ പിടികൂടി. അവസാനം കൊണ്ടുവിട്ടത് 22 പാമ്പുകളെ. ഈ വർഷത്തെ മികച്ച പാമ്പുപിടുത്തത്തിനുള്ള അവാർഡും ഷിബുവിനെ തേടിയെത്തിയിരുന്നു. കാണുന്ന 1.5 സെന്റുള്ള ഭൂമിയിലാണ് പ്രശാന്ത് കഴിഞ്ഞു വരുന്നത്. കിള്ളിപ്പാലം വാഴവിളയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിനൊപ്പം തന്നെ ഷിബുവിൻ്റെ അമ്മയുടെ ഒരു പെട്ടിക്കട കൂടിയുണ്ട്. ഇവിടെ പ്രായാധിക്യമായ അമ്മയും അച്ഛനും അതുപോലെ ഷിബുവിൻ്റെ ഭാര്യ നിത്യയും 2 മക്കൾക്കൊപ്പമാണ് കഴിഞ്ഞു വരുന്നത്. ഏറ്റവും ഇളയ മകൻ റോഷന് 10 മാസമാണ് ആയിട്ടുള്ളത്. ഈ കുടുംബത്തിൻ്റെ തന്നെ ഏക ആശ്രയമായിരുന്നു ഷിബു. എന്തായാലും സർപ്പ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് ലൈസൻസോടുകൂടി തന്നെ പാമ്പ് പിടിക്കുന്നുണ്ടെങ്കിലും മാസവരുമാനമോ അങ്ങനെ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം കാലങ്ങളായിട്ട് തന്നെ ഈ പാമ്പ് പിടുത്ത മേഖലയിലുണ്ട്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്തായാലും വനം വകുപ്പും സർക്കാരും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടും എന്ന് തന്നെയാണ് ഈ വീട്ടിലുള്ളവർ വിശ്വസിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.